അടുത്തിടെ കിഴക്കമ്പലം വഴി പോയപ്പോൾ വലത് സൈഡിലേക്ക് നോക്കിയപ്പോൾ പണ്ട് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ആ പള്ളി കാണാനില്ല. അതിന് പകരം അവിടെ മുഴുവൻ ആ ഒരു ചെറിയൊരു കുന്ന് പോലെയായിരുന്നു. അവിടെയൊക്കെ മണ്ണൊക്കെ ഫ്ലാറ്റാക്കി അവിടുത്തെ മണ്ണൊക്കെ അങ്ങോട്ടൊക്കെ പോയി ഇപ്പം വളരെ ഫ്ലാറ്റായിട്ട് കിടക്കുന്നു. അവിടെ പണ്ടൊരു പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണവും അവിടെ ഇല്ല. അപ്പോൾ അന്വേഷിച്ചു എന്താ ഇത് ഇനി ഇവിടെ പള്ളി വേണ്ടെന്നാണോ? കാരണം നാട്ടുകാർ എല്ലാം പല രാജ്യത്തേക്കൊക്കെ പോവുകയാണല്ലോ, ഇനി അതുകൊണ്ടാണോ? അല്ലല്ല, പുതുക്കി പണിയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇനി കോടികൾ മുടക്കിയുള്ള വലിയൊരു പള്ളി പണിയാനുള്ള ഒരു സംരംഭമാണ് അവിടെ നടക്കുന്നത്. ഇതുപോലെ അടുത്തയിടെ ചാലക്കുടി ഏരിയയിൽ നിന്ന് ഒരു അച്ഛൻ എന്നെ വിളിച്ചു. അച്ഛൻ്റെ ആവശ്യം പള്ളി പണിയാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സിൻ്റെ NOC കിട്ടിയില്ല, അതുകൊണ്ട് ഒന്ന് സഹായിക്കണം. അപ്പം ഞാൻ ചോദിച്ചു പള്ളിക്ക് എത്ര പൊക്കമുണ്ട്? അപ്പം അതിൻ്റെ വലിയ ബൃഹത്തായ അതിൻ്റെ ഡിസൈനെ പറ്റിയും പൊക്കത്തെ പറ്റിയും നീളത്തെ പറ്റിയൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി ഇത്രയും വലിയ ഒരു പള്ളി എന്തിനാണ് ആ പ്രദേശത്ത് പണിയുന്നത്? കാരണം നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ ഇപ്പോൾ ഒന്നെങ്കിൽ അയർലൻഡിലേക്കോ ജർമ്മനിയിലേക്കോ കാനഡയ്ക്കോ ഓസ്ട്രേലിയക്കോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നവർ പലരും തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് ആ പിള്ളേർ അവരുടെ അപ്പനെ അമ്മയൊക്കെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥയുമുണ്ട്. ഇനി പ്രായമായ വൃദ്ധരായ ആളുകളുടെ അടുത്തേക്ക് ആ ഒരു പള്ളിയിൽ പോകണ്ട, അതിന് പകരം അച്ഛൻ തന്നെ പള്ളിയിൽ നിന്ന് അവരുടെ വീട്ടിലെത്തി കുർബാനയൊക്കെ കൊടുക്കണമെന്നാണ് പല രൂപതകളിലും മെത്രാന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പുതിയ വലിയ പള്ളി പണിയേണ്ടതിൻ്റെ ഉദ്ദേശം എന്താണ്? അതുപോലെ അടുത്ത കാലത്ത് ഈ പെരിയാർ പുഴയുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഒരു അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ വന്ന ഉടനെ തന്നെ അവിടുന്ന് സ്ഥലം മാറ്റം വാങ്ങി തിരിച്ചുപോയി. അതിൻ്റെ കാരണം ഇവിടെ ഇതിന് മുമ്പിരുന്ന അച്ഛൻ അവിടുത്തെ പള്ളിയൊക്കെ പുതുക്കി പണിതു. ഇനി അവിടെ ഒരു മതിൽ പോലും പണിയാൻ ബാക്കിയില്ല. അപ്പോൾ അവിടെ ഒരു പണിയാനുള്ള ഒരു സ്കോപ്പും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ സ്ഥലം മാറ്റം വാങ്ങി തിരിച്ചുപോയി. അപ്പോൾ വലിയ വലിയ പള്ളികൾ പണിയുക എന്നുള്ളത് ചിലരുടെ ഒരു മനസ്സുഖത്തിനാണ്, അല്ലാതെ ആത്മീയമായിട്ട് അവിടെയുള്ള ആൾക്കാരെ ഉണർത്തുവാനോ വളർത്തുവാനോ ഒന്നും അല്ല ഈ വലിയ പള്ളി പണികൾ. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും കോടികൾ മുടക്കി വലിയ പള്ളികൾ പണിത് അതിൻ്റെ അകർത്തും കോടികൾ മുടക്കി ഇൻറ്റീരിയർ ചെയ്ത പള്ളികൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം, എന്താണ് ദോഷം? ഒന്ന് ഗുണം തീർച്ചയായിട്ടും ആ പണിയുന്ന അച്ഛനും പിന്നെ അതിൻ്റെ കമ്മിറ്റിക്കാർക്കും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരിൽ PWDയിൽ എന്തെങ്കിലുമൊക്കെ ബനാവത്ത് പണികൾ ചെയ്യുമ്പോൾ ഗുണമുള്ളതുപോലെ തന്നെയുള്ള ഗുണം ഉണ്ടാകാം. പക്ഷെ ഇതിൻ്റെ പണം എന്ന് പറയുന്നത് ആ നാട്ടുകാരിൽ നിന്ന് പിരിച്ച് എടുക്കുന്ന പണമാണല്ലോ. അപ്പോൾ ഈ പണം മുഴുവൻ ഇങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് ഒരു പള്ളിയിൽ തന്നെ നിക്ഷേപിക്കുന്നതാണോ അവിടെയുള്ള ആൾക്കാരുടെ ഒരു ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നല്ലത് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. കാരണം എൻ്റെ രാജ്യം ഇവിടെ അല്ല, എൻ്റെ രാജ്യം ഇതല്ല എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ പിൻഗാമികളാണ് ഈ വലിയ പള്ളി പണിത് ഇവിടെയാണ് ദൈവം ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് ആകർഷിക്കുന്നത്. വളരെ അടുത്ത കാലത്ത് കൊറോണ വന്ന സമയത്ത് ദൈവം ഇവിടെ അല്ലിരിക്കുന്നത്, ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല, വീട്ടിലിരുന്നും എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമെന്ന് എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കി തന്ന ഒരു കാലമാണ് കൊറോണ കാലം. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോഴും ഈ പറഞ്ഞ കിഴക്കമ്പലത്തും ഈ ചാലക്കുടി അടുത്തുമൊക്കെ ബാക്കി സ്ഥലങ്ങളിലുണ്ടായത് എനിക്ക് അറിയാവുന്ന നേരിട്ട് അറിയാവുന്ന 2 പുതിയ വലിയ പള്ളിപണി പദ്ധതികളാണ്. അപ്പോൾ ഇത് എന്തിനാണിത് പണിയുന്നത്? ഈ പണിത് കൊണ്ടുള്ള ഗുണമാണോ ദോഷമാണോ? നാട്ടുകാർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ക്ഷീണം മാത്രമേ ഉള്ളൂ. ക്ഷീണം എന്ന് പറയുന്നത് അവരുടെ പിരിവാണല്ലോ ഇത്. അപ്പൊ ഈ പിരിച്ച് പരമാവധി പിരിച്ച് ഈ പറഞ്ഞ പള്ളി വലിയ ഗംഭീരമാക്കി കഴിയുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാവുന്ന പണമല്ലേ ഇങ്ങനെ ഇത് കോൺക്രീറ്റ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ആ സമൂഹം തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം തീർച്ചയായിട്ടും ഈ കോടികൾ പിരിച്ച് വലിയ വലിയ പള്ളികൾ പണിത് അതിൽ സായുജ്യം അടയുന്നവരുടെ കാര്യം കൊണ്ടാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും ഒരു ഫാക്ടറി പണിയാനോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഉണ്ടാവില്ല.
പിന്നെ പണ്ട് കാലത്ത് എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അവർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണിതിരുന്നു. അതായത് നല്ല സ്കൂളുകൾ, നല്ല ആശുപത്രികൾ, അല്ലെ അങ്ങനത്തെ വൃദ്ധസദനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണിതിരുന്നു. ഇപ്പോൾ അതിനേക്കാളും താല്പര്യം വലിയ പള്ളി പണിയുന്നതാണ്. അത് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്, സമൂഹത്തിനൊരു ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ലാത്ത കാര്യമാണ്. പിന്നെ ആ മതം സ്ഥാപിച്ചവർക്ക് പോലും ഇങ്ങനെ വലിയ പള്ളിയിലാണ്, ഇതാണ് നമ്മുടെ ഇത്, ഈ ആത്മീയമായിട്ട് ഉണരുവാനും വളരുവാനും ഒക്കെ ഈ വലിയ പള്ളി വേണം എന്ന് ചിന്തിച്ചിട്ടുള്ളതല്ല പണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു സമൂഹം തന്നെ സാമ്പത്തികമായിട്ട് പുറകോട്ട് പോകാനും, അങ്ങനെ പുറകോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ട് വേറെ രാജ്യത്തേക്ക് പോകണമെന്ന് അവരുടെ പിള്ളേർ ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരുന്നതിനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. ഇനി ഈ നാട്ടില് എല്ലാവരിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു സംസ്കാരമുള്ള നാട്ടിലാണ് ഇത് നടക്കുന്നതാണ് അടുത്തൊരു കാര്യം. അപ്പോൾ ഈ നാടിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നില്ല. അതുപോലെ ആ മതം സ്ഥാപിച്ച ആളെന്ന് പറയുന്നില്ല, അല്ല മതത്തിൻ്റെ ക്രിസ്തു തന്നെ ഇതല്ല എൻ്റെ രാജ്യം, ഇവിടെ അല്ല എന്ന് പറഞ്ഞ ഒരാളുടെ പിൻഗാമികളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും യുക്തിക്ക് നിരക്കാത്ത, സാമ്പത്തികമായിട്ട് സമുദായത്തെ പിന്നോട്ടടിക്കുന്ന, അതിനുശേഷം വീണ്ടും അവരുടെ മക്കൾ പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു പണിയാണ് ഈ പുതിയ പള്ളിപ്പണികൾ, വലിയ പള്ളിപ്പണികൾ, കോടികൾ മുടക്കിയുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇങ്ങനെ ഈ പുതുതായിട്ട് വലുതായിട്ട് പള്ളികൾ പണിയുന്നത് കൊണ്ട് സമൂഹത്തിന് മൊത്തത്തിൽ സോഷ്യൽ ഗുഡ്സിന് പകരം റിലീജിയസ് ഗുഡ്സ് പണിയുന്നത് കൊണ്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയെന്നൊക്കെയുള്ള വലിയ വലിയ പഠനങ്ങളൊക്കെ പല രാജ്യങ്ങളിലും നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സോഷ്യൽ ഗുഡ്സിലേക്ക് കൂടുതൽ, സോഷ്യൽ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഈ കിഴക്കമ്പലം പള്ളിയുടെ അടുത്ത് തന്നെ ഒരു നല്ല ഒരു സ്കൂളുണ്ട്. ആ സ്കൂള് ഈ കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്കൂളാക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഈ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാടിന്. അതുപോലെ വലിയ വലിയ പള്ളികൾ പണിയുന്നതിൻ്റെ അടുത്തൊക്കെ തന്നെ ചില ആശുപത്രികൾ ഉണ്ടാകുമ്പോൾ നല്ല കൂടുതൽ ഏറ്റവും മെച്ചപ്പെട്ട ആശുപത്രി. ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും അമേരിക്കയിൽ പോയി ചികിത്സിക്കേണ്ട ആവശ്യമില്ല, ഇവിടത്തെ നല്ല ആശുപത്രികളുണ്ട് എന്നുള്ളൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാടിന്. അപ്പോൾ സോഷ്യൽ ഗുഡ്സിന് പകരം റിലീജിയസ് ഗുഡ്സിലേക്ക് നമ്മുടെ ചില ആളുകൾ ശ്രദ്ധ വെക്കുന്നത് തീർച്ചയായിട്ടും നാടിന് ഗുണകരമല്ല, സമുദായത്തിനും ഗുണകരമല്ല, ആർക്കും ഗുണകരമല്ല.